നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തത് ഒരു ഓറഞ്ച് ക്രഷാണ് നമ്മൾ ചെയ്തത്. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ ഫില്ലിങ്സ് ആണ്. എല്ലാ ഹോം ബേക്കേഴ്സിനും അറിയായിരിക്കും, നമ്മളൊരു പൈനാപ്പിൾ കേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഫില്ലിങ്സ് ആവശ്യമുണ്ട് പൈനാപ്പിളിൻ്റെ. അപ്പോൾ നമ്മൾ അത് വീട്ടിൽ കെമിക്കൽ ഫ്രീ ആയിട്ടും കളർ ഫ്രീ ആയിട്ടും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചെയ്യാനായിട്ട് എങ്ങനെ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമ്മളിത് പുറത്തുനിന്ന് നമ്മൾ ആമസോണിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഓഫർ റേറ്റ് കഴിഞ്ഞിട്ട് പോലും നല്ലൊരു റേറ്റ് തന്നെ വരുന്നുണ്ട്. ഇത് ഒരു 100 രൂപയ്ക്കകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പം 2 എടുത്ത് വെച്ചിട്ടുണ്ട്, 2 പൈനാപ്പിൾ. ഇതിൻ്റെ നമുക്ക് തോലും ഒക്കെ മാറ്റിയിട്ട് നമ്മൾ ഇതിപ്പോൾ ഇത്രയും ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഈ ഒരു ചെറിയൊരു കഷ്ണമായിട്ട് ചെറിയ കഷ്ണമായിട്ട് നമ്മൾ ആ 2 പൈനാപ്പിൾ ഞാൻ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഒരു 240 ml ഒരു കപ്പുണ്ട്. ഈ കപ്പിന് നമുക്ക് എത്ര ഇത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒന്ന് അളന്നോട്ടെ. ഇത് 1 കപ്പുണ്ട്. ഇനി ഇതിപ്പം ഏകദേശം 2 കപ്പുണ്ട്. ഇനി ഇതിന്ന് നമുക്കൊരു 1/4 ഭാഗം കൂടി ഇങ്ങോട്ട് നമുക്ക് മാറ്റാം. കുറച്ചുകൂടെ ഇത്രയും ഒരു 3/4 കപ്പുണ്ട്. 3/4 കപ്പ് അടിച്ചിട്ടുണ്ട്. ഈ 3/4 കപ്പ് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അതിൽ യാതൊരു കുത്തോ ഒന്നുമില്ലാതെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണേ. അപ്പം ഞാനത് അരച്ചെടുത്തിട്ട് കാണിക്കാം. ഞാനിത് അരച്ച് കൊണ്ടുവന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനി നമുക്ക് ഒരു കഴുകി വൃത്തിയാക്കി വെച്ച ഒരു പാനിലോട്ട് നമുക്ക് ഒഴിക്കാം. ഒപ്പം ഈ കഷ്ണങ്ങൾ നമുക്ക് ഇടാം. ഇതിപ്പോൾ ഏകദേശം 1.25 കപ്പ്. ഇതിന് 2 കപ്പാണ് നമ്മൾ എടുത്തത്. അതിൽ 1.25 കപ്പ് നമ്മൾ ഇത് കഷ്ണങ്ങളായിട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 3/4 കപ്പ് നമ്മൾ അരച്ച് ചേർത്തു. അപ്പോൾ ഇനി ഇതിന് നമ്മൾ ഏകദേശം ഈ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്തിരി മധുരം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു 3/4 കപ്പിൻ്റെ ആവശ്യം വരുള്ളൂ എന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത്തിരി അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ ഞാനിതിൽ ഒരു 3/4 കപ്പോളം പഞ്ചസാര എടുക്കാൻ പോകും. മതി, ഈ കണക്കിന് ഇത്രയുമാണ് പഞ്ചസാര എനിക്ക് ആവശ്യമുള്ളത്. ഇത് ഞാൻ ഇതിലോട്ട് ഇടുകയാണേ. ഈ പഞ്ചസാര അലിഞ്ഞ് ചേരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ നമുക്ക് അടുപ്പിലോട്ട് മാറ്റാം. ഇപ്പോൾ ഈ പഞ്ചസാര എല്ലാം അലിഞ്ഞ് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. കാണാമല്ലോ, നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. സോറി ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് നേരം ക്യാമറ ഓഫായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പം അത് തിളച്ചിരുന്ന ഭാഗം വന്നില്ലേ നമ്മൾ, അപ്പോഴാ ഭാഗമായപ്പോഴത്തേക്കും ഞാൻ അതിൽ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ശകലം വെള്ളത്തിൽ കലക്കി ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഒപ്പം 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടെ ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് ആ ഭാഗം ഇതിൽ വന്നിട്ടില്ല, കട്ടായി, അത് കിട്ടിയില്ല, ക്യാമറ ഓഫായി പോയിരുന്നു. അപ്പം ഇതാണ് ഈ ഒരു രീതിയാണ്. അപ്പം അതുകൂടെ ഒഴിച്ചപ്പോൾ ഈ ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെയാണ് എത്തിയത്. ഇതാണ് പൈനാപ്പിൾ ഫില്ലിങ്. അപ്പം ഇത് നമുക്ക് ഹോം ബേക്കേഴ്സിന് അറിയായിരിക്കും, നമ്മൾ പൈനാപ്പിൾ ഫില്ലിങ് ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചിലരുണ്ടാക്കും, ചിലർ വാങ്ങുമായിരിക്കും. പക്ഷേ നമ്മൾ ആമസോണിലൊക്കെ ഒന്ന് നോക്കി കഴിയാൻ അറിയായിരിക്കും. ഓഫർ റേറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇതിലിപ്പം ഞാനിപ്പം കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ആ ഒരു കോൺഫ്ലവറും നാരങ്ങ നീരും പഞ്ചസാരയാണ് ഇതിൽ ചേർത്ത്. പിന്നെ പൈനാപ്പിൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത്രയാണ്. കളറൊന്നും ചേർത്തില്ല. ഇത് നാച്ചുറൽ കളറാണ്. ഇവിടെയൊക്കെ ഭയങ്കര മണമാണ്. ഇനി ഈ റൂം നിറയെ നല്ല മണമാണ്. ഇതിൻ്റെ ഒരു മണം കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല, അത്രയ്ക്കും മണമാണ്. യാതൊരു എസൻസ് ഒന്നും ചേർത്തിട്ടില്ല, ഇതിൻ്റെ മണം തന്നെയാണ് ഇങ്ങോട്ടൊക്കെ. അപ്പം ഞാനിപ്പോൾ ഇതിൽ വേറൊന്നും ചേർത്തിട്ടില്ല, ഈ കോൺഫ്ലവർ മാത്രമേ ഇത് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുള്ളൂ. ഇതാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന നമ്മുടെ ഫില്ലിങ്സ്.
ഇനി ഇത് നമ്മൾ പൈനാപ്പിൾ കേക്കിനാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം കേക്ക്സിൻ്റെ ഇതൊക്കെ വീഡിയോസൊന്നും ഞാൻ അധികം പോസ്റ്റ് ചെയ്യുന്നില്ല, കാരണം വെച്ചാൽ യൂട്യൂബ് നിറയെ അത് തന്നെയാണ്, പല രീതിയിലും പല ഇതിലും. പിന്നെ നമ്മൾ അതിന് വേണ്ടി ചെയ്യണ്ട. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇതാണ് ആളുകൾ കുറച്ചുകൂടി യൂസ്ഫുള്ളായിട്ട് വരുന്ന കാര്യങ്ങൾ. നമ്മളിങ്ങനെയുള്ള ഫില്ലിങ്സൊക്കെ ഒരുപാട് രൂപ കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും കളർ ഫ്രീ ആയിട്ടും കെമിക്കൽ ഫ്രീ ആയിട്ടും നമ്മുടെ മക്കൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഞാനിതിൽ ഒരു കളറും ചേർത്തിട്ടില്ല. ഒരു കളർ അതിൻ്റെ നാച്ചുറൽ കളർ തന്നെയാണ്, അതൊരു കളറും ചേർത്തിട്ടില്ല. അപ്പം ഇത് നമുക്ക് കുറേ നാളത്തേക്ക് സൂക്ഷിച്ചൊക്കെ വെക്കാം. ഞാനിപ്പം 2-3 കേക്കിന് കണക്കിനുള്ള മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. മതിയാവും, 1-2 കേക്കിന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. മതി, അത്രയും മതി. നമുക്ക് അങ്ങനെ പൈനാപ്പിളിൻ്റെ ഓർഡറൊന്നും അങ്ങനെ അധികം വരാറില്ല. അത്രയും അങ്ങനെയുള്ള ആളുകൾ മാത്രമേ 1-2 വർഷത്തേക്ക് നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ അതിന് ഇത് മതിയാകും, ധാരാളം. ഇത് നമ്മൾ ഫ്രീസറിൽ തണുത്ത ശേഷം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും, ഒരു കേടും വരില്ല. നമ്മൾ കണക്കിൽ ഒന്നും ചേർത്തിട്ടില്ല, ഒരു കെമിക്കലും ചേർത്തില്ല, നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ കെമിക്കലും അങ്ങനെ കളേഴ്സൊന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല, ഇത് പ്രൊമോട്ട് ചെയ്യാറുമില്ല ആരോടും എനിക്ക്. അപ്പം ഞാനിങ്ങനെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ കേക്ക് മേടിക്കുന്നവർക്കൊക്കെ അറിയാം, ഞാൻ ആകിലും വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങൾ വെച്ച് തന്നെയാണ് ഞാൻ കേക്ക്സ് ചെയ്യുന്നത്. പലതിനാണ്, എല്ലാത്തിനും ബട്ടർ ഉൾപ്പെടെ എല്ലാം മിക്കത്. ഇത് ഇപ്പം നമുക്കിപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, മൈദ, മുട്ട, പഞ്ചസാര, ഇതൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാത്ത നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം അതിന് വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം കംപ്ലീറ്റ് പ്യൂർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ആകിലും വെളിയിൽ നിന്ന് വാങ്ങാത്ത രീതി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും എൻ്റെ തന്നെ ആളുകൾ വാങ്ങാൻ ശ്രമിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ എന്ത് കാര്യം വീട്ടിൽ തന്നെ അത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ചൊക്കെ ചെയ്യുന്നതുകൊണ്ടാണേ. അപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. കാരണം ചെയ്തപ്പം ഇനി ഇതിൽ കൂടുതൽ ഇനി കട്ടിയാക്കണ്ട, മതി. ഇനി നമുക്ക് തണുത്തതിന് ശേഷം നമ്മൾ ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഇത് യൂസ് ചെയ്യാം. ഞാനിപ്പം തണുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഇതിലോട്ട് മാറ്റുകയാണ്. നമുക്കിപ്പം ഇത്രയും ഫില്ലിങ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണ്. അതാ കളറും ഒക്കെ ഇതാണ്. ഇത്ര ക്യാമറയിൽ എത്ര കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല കളറും നല്ലൊരു മണവും ഫില്ലിങ്സ്. ഇതിൽ യാതൊരു ഇതുമില്ല, നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്കിത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം. ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ മറ്റേതൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് എത്ര കാലം വേണമെങ്കിലും അത് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. ഇതാണ് ഞാനിപ്പം ഫ്രീസറിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഇതാക്കുകയാണ്. നമ്മൾ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ തന്നെ സൂക്ഷിക്കണം. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇത് പുറത്ത് വയ്ക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് പൈനാപ്പിൾ ഫില്ലിങ്സ്. ഈ രീതിക്കാണ് ഇരിക്കുന്നത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, എന്നിട്ട് എന്നെ അറിയിക്കണം, കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് എനിക്ക് തോന്നുന്നു ഇത് മലയാളത്തിൽ ഇനി അങ്ങനെ കണ്ടിട്ടില്ല. ഫില്ലിങ്സിൻ്റെ ഇതിൻ്റെ ഞാൻ റെസിപ്പി ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇതുവരെ മറ്റു ചാനലിലെ മറ്റു ലാംഗ്വേജിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ